അപ്പോൾ ഇന്ന് ലിജോ വർഗീസ് ആണ് പത്രവാർത്തകൾ വിശേഷങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. ലിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജന്തർ മന്ദറിലെ പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമാണ് പത്രങ്ങളിൽ ആദ്യ തലക്കെട്ടുകളാകുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അമിത്ഷായെ നേരിട്ട് ആക്രമിച്ചുകൊണ്ടാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് സുപ്രഭാതം പത്രത്തിൽ ഒന്നാമത്തെ ഹെഡ്ലൈൻ ഉത്തരവാദി അമിത്ഷാ എന്നാണ് പറയുന്നത്. ഡൽഹി പോലീസ് അതിക്രമം ലോക്സഭയിൽ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടെന്ന് രാഹുൽ ഗാന്ധി. സാക് ഷാ എന്ന ഒരു പ്ലക്കാർഡ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജിയിലേക്ക് പോകണം എന്നുള്ള നിലപാടിലേക്ക് പ്രതിപക്ഷം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. മാധ്യമം പറയുന്നത് സഭ ഇളകി എന്നാണ്. അമിത്ഷായ്ക്കെതിരെ രാഹുൽ. അമിത്ഷായുടെ കൈകളിൽ വിദ്യാർത്ഥികളുടെ രക്തമുണ്ടെന്ന് രാഹുൽ. പ്രസംഗം തുടരാൻ അനുവദിച്ചില്ല. ബഹളത്തിനിടെ ശബ്ദ വോട്ടോടെ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാസാക്കി എന്ന കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാധ്യമം ഒന്നാമത്തെ പേജിൽ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനി നമ്മൾ തൊട്ടു മുമ്പ് കണ്ട പോലെ തന്നെ ഐഷി ഘോഷിന്റെ വാർത്തയിലാണ് ദേശാഭിമാനി ആ വാർത്തയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കേന്ദ്രത്തിന് പ്രഹരം, ഐഷിയുടെ അറസ്റ്റ് തടഞ്ഞു. കേസ് ഇന്ന് പാട്യാല ഹൗസ് കോടതി പരിഗണിക്കും എന്നുള്ള കാര്യം പറയുന്നു. അതിന് തൊട്ടിപ്പുറേ കത്തിപ്പടർന്ന് പ്രതിഷേധം എന്ന കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ദേശാഭിമാനി ഒന്നാമത്തെ പേജിലെ വാർത്ത ഇന്ന് നൽകുന്നത്. വളരെ ഡയറക്റ്റായി ചന്ദ്രിക ഇക്കാര്യം പറയുന്നു. അമിത്ഷായ്ക്ക് നേരെ തോക്ക് തിരിച്ച് രാഹുൽ എന്നാണ് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നത്. വിദ്യാർത്ഥി വേട്ടയ്ക്ക് ഉത്തരവിട്ടത് അമിത്ഷാ. പോലീസ് ഉദ്യോഗസ്ഥരെ പാർലമെന്റിൽ വെച്ച് അമിത്ഷാ ഫോണിൽ വിളിക്കുന്നത് താൻ കണ്ടു. ജിതേന്ദ്ര സിംഗിന്റെ ഫോണിലേക്കും തുരിതര കോളുകൾ വന്നു എന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ചന്ദ്രിക ഒന്നാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമി പക്ഷേ അതിന് ഈ വാർത്തയെ അല്ലെങ്കിൽ ഇത്രത്തോളം സീരിയസ് വാർത്തയെ വളരെ ലൈറ്റാക്കി കളഞ്ഞു എന്നുള്ളൊരു തോന്നലാണ് ഉള്ളത്. പാർലമെന്റിലും ഡെലുലു എന്ന ഹെഡ്ലൈനാണ് കൊടുത്തിരിക്കുന്നത്. പ്രതിഷേധത്തിനിടെ പരീക്ഷാ ബിൽ പാസാക്കി. വെടിവെക്കാൻ ഉത്തരവിട്ടത് അമിത്ഷാ. സഭയിൽ മുഴങ്ങി ജൻസി ഭാഷ എന്ന കാര്യമുണ്ടെങ്കിൽ പോലും പാർലമെന്റിൽ ഡെലുലു എന്ന തരത്തിൽ മാതൃഭൂമി അതിനെ ഇന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ മനോരമയ്ക്ക് ഇന്ന് 2 ഒന്നാം പേജുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പേജിൽ പറയുന്നത് പ്രതി PSC എന്നാണ്. പരീക്ഷാ ക്രമക്കേട് ക്രൈംബ്രാഞ്ച് കേസെടുത്തു. ഉദ്യോഗസ്ഥർ കുറ്റക്കാരെന്ന് FIR. കൈക്കൂലി ഇടപാടിൻ്റെ സൂചനയും എന്നതടക്കം ചേർത്ത് വെച്ചുകൊണ്ടാണ് മനോരമ ഒന്നാമത്തെ പേജിൽ പ്രതി PSC എന്ന വാർത്ത ഇന്ന് കൊടുക്കുന്നത്. വളരെ ഡയറക്റ്റായി മംഗളം പറയുന്നു. പേരില്ല, പ്രതികൾ ഉദ്യോഗസ്ഥർ എന്നാണ് മംഗളത്തിൻ്റെ ഹെഡ്ലൈൻ. മൂല്യനിർണ്ണയത്തിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തി. 1ാം റാങ്കുകാരൻ്റെ നിയമനം അനധികൃതം. ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്ത SIT. കൂടുതൽ പരീക്ഷകൾ അന്വേഷണ പരിധിയിൽ. PSC ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ചിൻ്റെ FIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് മംഗളം അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ലേബർ കോഡ് നടപ്പിലാക്കുന്നു എന്നാണ് ജനയുഗത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട്. UDF പ്ലസ് BJP സർക്കാർ മലക്കം മറിഞ്ഞു. നടപ്പാക്കിയില്ലെങ്കിൽ ഒരു തൊഴിൽ നിയമവും ഇല്ലാതെ വരുമെന്ന് മുഖ്യമന്ത്രി. വഖഫ് ഭേദഗതിയിലും തെറ്റിദ്ധാരണ പരത്താൻ ശ്രമം എന്നുള്ളതാണ്. കേരളത്തിൽ ലേബർ കോഡ് നടപ്പിലാക്കാൻ സർക്കാർ നീക്കം. ലേബർ കോഡ് നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരു നിയമവും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകൾ ചർച്ച നടത്തുമെന്ന കാര്യം അത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന വാർത്തയാണ്. ആ വാർത്ത ജനയുഗം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയെ ഒന്നാം പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേരള കൗമുദി മറ്റൊരു വാർത്തയാണ് പറയുന്നത് ഖജനാവ് വിഴുങ്ങും, വെള്ളാനകൾ ഔട്ട് എന്നാണ്. 591 സ്ഥാപനങ്ങളിൽ പലതും വൻ ബാധ്യത. ശമ്പളത്തിന് മാത്രം 19,000 കോടി രൂപ ഒരു വർഷം വേണ്ടി വരുന്നു. സമഗ്ര ഭരണപരിഷ്കാരം 5 പദ്ധതിയിലൂടെ. സാക്ഷരതാ മിഷൻ, റീബിൽഡ്, നിർമ്മിതി, അങ്ങനെ 5 പരിഷ്കാരം എന്തൊക്കെയാണ്, പണം വിഴുങ്ങുന്നത് ഏതൊക്കെയാണ് എന്നതൊക്കെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കേരള കൗമുദി അവരുടെ ഒന്നാമത്തെ വാർത്തയായി ഇന്ന് ഈ വാർത്ത അവർ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ദീപിക പറയുന്നത് കൊല്ലാം അപകടകാരികളായ തെരുവ് നായ്ക്കളെ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി എന്നുള്ള വാർത്ത ആണ്. നേരത്തെ തന്നെ ദീപിക എഡിറ്റോറിയൽ എഴുതിയ കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ദീപിക വാർത്ത ഒന്നാം പേജിൽ ഇന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഇപ്പോൾ അല്പം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട 2ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. അതിൽ സുപ്രഭാതം മറ്റൊരു ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നു. മറന്നില്ലേ ഈ മനുഷ്യരെ എന്നാണ്. 2 വർഷം പിന്നിട്ടിട്ടും മരങ്ങളിൽ മഞ്ഞ വരകളിൽ ഒതുങ്ങി ഗോത്ര പുനരധിവാസം എന്നാണ്. 2024 ജൂലൈ 30 രാത്രിയിൽ ഇല്ലാതായ നാട് പാതി പറിച്ചു നട്ടിട്ടും സ്വന്തം കൂരയ്ക്കുള്ളിൽ എത്താനാകാതെ പട്ടികവർഗ കുടുംബങ്ങൾ എന്നതാണ് സുപ്രഭാതം ഒന്നാം പേജിൽ അവരുടെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.
ദേശാഭിമാനിയിലും ഒരു വാർത്തയുണ്ട്. അത് അവരുടെ ഒന്നാം ഉൾപേജിലായിട്ടാണ് ആ വാർത്തയുള്ളത്. അത് ഇങ്ങനെയാണ്: ഇവിടെ പ്രാണൻ ചിരിക്കുന്നു. മുണ്ടക്കൈ ദുരന്തത്തിന് 2 ആണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത. ഇവിടെ പ്രാണൻ ചിരിക്കുന്നു എന്ന വാർത്ത പറയുന്നു. ദേശാഭിമാനിയിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അത് യോജിച്ച പ്രക്ഷോഭം എന്നാണ്. അത് കേന്ദ്ര ട്രേഡ് യൂണിയൻ സംയുക്ത കിസാൻ മോർച്ച കൺവെൻഷൻ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. ആഗസ്റ്റ് 10-ന് ജയിൽ നിറയ്ക്കൽ സമരം, ജില്ലാതല റാലികളും സംസ്ഥാനതല ധർണയും സംഘടിപ്പിക്കും. നവംബറോടെ ബഹുജന പ്രക്ഷോഭം എന്നാണ്. പ്രധാന ആവശ്യങ്ങൾ: തൊഴിൽ കോഡുകൾ റദ്ദാക്കുക, വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള താങ്ങുവില, അങ്ങനെ ഉള്ള അതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യോജിച്ച പ്രക്ഷോഭത്തിലേക്ക് തൊഴിലാളി യൂണിയനുകളും അതോടൊപ്പം തന്നെ കർഷക സംഘടനകളും ഒരുമിച്ച് നീങ്ങുന്നു. അതിൽ കഴിഞ്ഞ ദിവസം CJP അടക്കം അവർ പിന്തുണ പ്രഖ്യാപിച്ച കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 2 എഡിറ്റോറിയൽ ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിലൊന്ന് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയലാണ്. അത് എഡിറ്റോറിയൽ തന്നെയുള്ള മറ്റൊരു വാർത്തയാണ്. അത് പ്രൊഫസർ യോഗേന്ദ്ര യാദവ് എഴുതിയ വലിയൊരു ലേഖനമാണ്. യുവജനങ്ങളോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ലേഖനം. ജനാധിപത്യപരമായ ഉത്തരവാദിത്തത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും എല്ലാ വഴികളും അടഞ്ഞുപോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭരണാധികാരികൾ യാതൊരുവിധ പ്രതികരണങ്ങൾക്കും ചെവി കൊടുക്കുന്നില്ല. പ്രധാന മാധ്യമങ്ങൾ കൈയടക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ സ്വാതന്ത്ര്യ സ്ഥാപനങ്ങളും കീഴടക്കപ്പെട്ടിരിക്കുന്നു. സമതുലിതമായ ഒരു മത്സരക്കളം നിലനിൽക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പുകൾ ജനവികാരത്തിന് പ്രതിഫലനമല്ല. ഭരണഘടനാ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും നടപ്പിലാക്കാൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിയുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുന്നതിന് ലഭ്യമായ ഏകമാർഗം തെരുവിലെ സമാധാനപരമായ ജനകീയ അണിചേരലുകൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന വിദ്യാർത്ഥി സമരത്തെ പ്രകീർത്തിച്ചുകൊണ്ട് യോഗേന്ദ്ര യാദവ് ഒരു ലേഖനം ഇന്ന് മാധ്യമത്തിൽ എഴുതിയിരിക്കുന്നത്. മാതൃകയാകേണ്ടവർ പിഴച്ചാലോ എന്നാണ് സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ. അത് വടകരയിലെ MDMA കേസിൽ അധ്യാപികമാർ പിടിയിലായതുമായി ബന്ധപ്പെട്ടാണ്. വടകരയിലെ MDMA കേസുമായി ബന്ധപ്പെട്ട അധ്യാപകർ അറസ്റ്റിലായ സംഭവം പൊതുസമൂഹത്തെ ഞെട്ടിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ ലഹരിയുടെ കെണിയിൽ നിന്ന് സംരക്ഷിക്കേണ്ടവരും ജീവിത മൂല്യങ്ങളിലേക്ക് നയിക്കേണ്ടവരുമായ അധ്യാപകർ തന്നെ ലഹരി മാഫിയയുടെ കണ്ണികളായി മാറുന്നു എന്നത് അതീവ ഗൗരവത്തോടെ കാണണം എന്നാണ്. അറസ്റ്റ് MDMA കേസായി മാത്രം അവസാനിക്കരുത്. സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും ലഹരി മാഫിയകളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കൂടുതൽ ശക്തമായ ഇടപെടലുകൾ അത് പ്രചോദനമാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് സുപ്രഭാതം ആ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത തരമായ വാർത്തകൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ പാർലമെന്റ് അടക്കം നിരവധി വാർത്തകൾ വരാനിരിക്കുന്നു. വീണ്ടും സേതുവിലേക്ക്.